ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ചില സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു വലിയൊരു വിഷയമാണല്ലോ മടി. യെസ്, എനിക്കും ആ പ്രശ്നമുണ്ട്, ആർക്കല്ല ഇല്ലാത്തത്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മളുടെ സോപ്പിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പറയാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് മോർ ഓവർ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 സോപ്പാണ് മാർവാസിന് അവൈലബിൾ ആയിട്ടുള്ളത്. ബി ഫ്രാങ്ക്, നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള സോപ്പാണ് മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് സോപ്പ്. യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കാം. അപ്പോൾ സോപ്പ് എങ്ങനെയാണ് ഇപ്പോൾ പറയേണ്ടത്? സോപ്പിന് 3 എണ്ണത്തിൻ്റെ വില ആദ്യം ഞാൻ പറയാം. ബ്രൈറ്റനിങ് സോപ്പിന് 99 രൂപയാണ് വരുന്നത്. പിന്നെ ചാർക്കോൾ സോപ്പ്, ആട്ടുംപാലിന് ചാർക്കോൾ സോപ്പ് വരുന്നുണ്ട്, അതിന് 180 രൂപയാണ് വരുന്നത്. പിന്നെ ബേബി സോപ്പ് 109 രൂപ, 109. സോപ്പ് മാത്രമായിട്ട് വാങ്ങിക്കുന്നവർക്ക് 40 രൂപയാണ് ഞാൻ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത്. മോർ ഓവർ സിറം വാങ്ങിക്കുന്നവർക്ക് മാത്രമായിട്ട് വാങ്ങിക്കുന്നവർക്കും 40 രൂപയാണ് കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത്. അപ്പം അല്ലാത്ത പ്രോഡക്ട്സ് അങ്ങനെ ബൾക്കായിട്ട് വരുമ്പോഴാണ് 60 റുപ്പീസ്. അപ്പോൾ ഒരെണ്ണം സോപ്പ് എടുക്കുമ്പോൾ 40 രൂപ കൊറിയർ ചാർജ്, കൂടുതലല്ലേ ഇത്ത, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഒന്നിലധികം പ്രോഡക്ട്സ് എടുത്താലും നിങ്ങൾക്ക് കൊറിയർ ചാർജ് സെയിം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്രൈറ്റനിങ് സോപ്പിൻ്റെ ഒരു ആവശ്യകത കുറേ ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ്. നമ്മൾ ഫേസ് വാഷ് അല്ല സോപ്പ് മുഖത്ത് ഇടാൻ പാടില്ലല്ലോ, ഫേസ് വാഷ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, സോപ്പ് മുഖത്ത് തേക്കാൻ പാടില്ല എന്നെല്ലാവരും പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, മാർവാസിൻ്റെ ഒരു സോപ്പിലും നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു മണമോ ഫ്രാഗ്രൻസ്, അതൊരു കെമിക്കലാണ്, ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഒരു കളറ് ആഡ് ചെയ്യുന്നില്ല. ഈ ബ്രൈറ്റനിങ് സോപ്പിന് വരുന്ന ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ എന്ന് പറയുന്നത് നമ്മൾ ഓറഞ്ചിൻ്റെ തോല് പീല് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ കളറാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മളുടെ പരിപ്പ് നമ്മൾ അതിൽ അരച്ചിട്ട് അതിൻ്റെ ലിക്വിഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒക്കെ കളറാണ് അതിൽ വരുന്നത്. ഈ ഓറഞ്ച് പീലിന് വരുന്ന ഒരു സ്മെല്ലുണ്ട്, അതാണ് നിങ്ങൾക്ക് അതിൽ വരുന്നത്. അതിൻ്റെ ഇടയിൽ കോള് വരുന്നു. ഓക്കെ, അതാണ് നിങ്ങൾക്ക് അതിൽ വരുന്നത്. അല്ലാതെ എസ്പെഷ്യലായിട്ടുള്ള കളേഴ്സോ ഫ്രാഗ്രൻസോ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പിന്നെ പുറത്ത് സെയിൽ ചെയ്യാനുള്ളതല്ലേ, സോപ്പല്ലേ, കുറച്ച് മണം വേണ്ടേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് ചെറിയൊരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ല് ഉണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും അതൊരു കെമിക്കൽ സ്മെല്ല് അതിന് നിങ്ങൾക്ക് വരുന്നില്ല. പിന്നെ മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് സോപ്പ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടും എനിക്ക് ഈ സോപ്പിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറയാനുള്ളത്. ഈ സോപ്പ് എന്ന് പറയുമ്പോൾ 2-3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ സോപ്പ് യൂസ് ചെയ്യാം. പിമ്പിൾസ് മാത്രമാണ് നിങ്ങളുടെ ഇഷ്യൂ, നിങ്ങൾക്ക് പിമ്പിൾസ് മാത്രമേ ഉള്ളൂ, കളറിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ ടാനും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ സോപ്പ് മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി, യൂസ് ചെയ്താൽ മതി. 99 രൂപ കൊടുത്ത് ഒരു സോപ്പ് വാങ്ങിക്കേണ്ടേ എന്ന് പറയുന്നവരോട്, നിങ്ങൾക്കിത് 1 മാസം 1.5 മാസമല്ല വാങ്ങിച്ച് യൂസ് ചെയ്തവർക്കറിയാം, ഒരുപാട് നിങ്ങൾക്ക് ആ സോപ്പ് നിൽക്കും. പിന്നെ നമ്പർ ഓഫ്, അതായത് 3-4 പേരൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടായിരിക്കാം. പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇടയിൽ ഞാനൊന്ന് കുത്തി കയറ്റിയതാണ്. നമുക്ക് അണ്ടർ ആംസിൽ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ സോപ്പിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് സോപ്പ് കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്, അണ്ടർ ആംസിലെ ഡാർക്ക് ഒരുപാട് കുറയുന്നുണ്ട് ഇത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് നല്ലൊരു റെമഡി തന്നെയാണ്. അപ്പം ഈ ഒരു നിങ്ങൾ ഒരുപാട് അണ്ടർ ആംസിലെ ഡാർക്ക്നെസ് പോകാൻ ഇത് ചെയ്യുന്നു, ടാൻ പോകാൻ അത് ചെയ്യുന്നു, ഇതിനെ ഫേസ് വാഷ് യൂസ്, ഇതിനെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു 99 രൂപ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വിട്ടതുകൊണ്ട് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇടയിൽ ഇട്ടതാണ് ഇട്ടത്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത് തന്നെ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഒരുപാട് എനിക്ക് തോന്നുന്നു, ഒരുപാട് ഞാൻ വിചാരിച്ചതിലും അല്ല, 100, 200, 300 അല്ല, ഒരുപാട് ക്വാണ്ടിറ്റി സോപ്പ് നമുക്ക് സെയിലായി പോകുന്നുണ്ട്. റിസൾട്ട് കൊണ്ട് തന്നെയാണ്, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ അത് പിന്നെ സോപ്പിന് പിന്നെ ഓയിലി ഫേസ് ഉള്ളവർ നിങ്ങൾ ഈ സോപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസ് ആയിട്ട് ഓയിൽ വരുന്നതിനും പിന്നെ അതുപോലെ തന്നെ
നിങ്ങൾക്ക് ആ ഓയിൽ കൊണ്ട് വരുന്ന പിമ്പിൾസിനെ തടയാനും ബ്ലാക്ക് മാർക്സ് പോകാനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തിനാ ഞാനിന്ന് ഓയിൽ വാങ്ങണോ സിറം വാങ്ങണോ എന്ന് ചോദിക്കുന്നവരോട്, ഇപ്പോൾ കരിമംഗലം പോലുള്ള ഇഷ്യൂസ്, കാലങ്ങളായിട്ടുള്ള മാർക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സിറവും ഓയിലും സോപ്പും ഒരുമിച്ച് വാങ്ങിക്കാൻ തന്നെയാണ്. പേഴ്സണലി അറിയുന്നവർക്ക്, എന്നോട് സംസാരിച്ചവർക്ക് അറിയാമായിരിക്കും, ഞാൻ എപ്പോഴും നിങ്ങൾക്കുള്ള ഇഷ്യൂ എന്താണ് എന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഞാൻ പറയാറുള്ളത്. അല്ലാതെ എല്ലാം വാങ്ങിച്ചോളൂ എന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ ചാർക്കോൾ സോപ്പ് എന്തിനാണ്? ചാർക്കോൾ ഗോട്ട് മിൽക്ക് സോപ്പ് അത് ചെറിയ രീതിയിലൊന്ന് നിങ്ങൾക്കൊന്ന് വൈറ്റനിങ് ആവാനും, പ്ലസ് നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളവർക്ക് എപ്പോഴും ചാർക്കോളിൻ്റെ ഗോട്ട് മിൽക്ക് സോപ്പാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് കുട്ടികളുടെ സോപ്പ് വാങ്ങിച്ചവർക്ക് അറിയാമായിരിക്കും. അതിന് ഇനിയൊരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് ക്യാരറ്റിൻ്റെ ഷെയ്ഡാണ്. പിന്നെ അതിൽ ഫ്രഷ് ആയിട്ടുള്ള നമ്മളുടെ കശ്മീരി കുങ്കുമാണ് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നത്. വേറെ ഒന്നും തന്നെ അതിന് മണത്തിനോ കളറിനോ ഞാൻ ആഡ് ചെയ്യുന്നില്ല. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് 45 ദിവസം മുതൽ പ്രായമുള്ള ചെറിയ മക്കളായാലും 1-2 വയസ്സുള്ള കുട്ടികളായാലും ഈ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സോപ്പ് നിങ്ങൾക്ക് കൂടെ തന്നെ യൂസ് ചെയ്യാം. ഒരു പേടിക്കേണ്ട. ലാബ് ടെസ്റ്റഡ് ആണ്, ലൈസൻസ്ഡ് ആണ്, അങ്ങനത്തെ ടെൻഷനും നിങ്ങൾക്ക് മാർവാസിൻ്റെ പ്രോഡക്റ്റിൽ വേണ്ട. ഓക്കെ, ഞാൻ കുറച്ചൊന്ന് പതുക്കെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. എൻ്റെ മൈക്ക് നാട്ടിൽ വെച്ച് മറന്നു പോകുന്നു. കാരണം ഞാൻ ഒരുപാട് ഒച്ചയിൽ സംസാരിക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ മോൻ ഉണരുകയാണ്. മോൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ലെങ്തായിട്ട് ഞാൻ സോപ്പിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇത്ര മാത്രമാണ്. 99 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 മന്ത് ടു 2 മന്ത് വരെ നിങ്ങൾക്ക് ഒരു ഫേസ് വാഷിന് ചിലവാക്കേണ്ട പൈസ നിങ്ങൾക്ക് അത്രയും വരുന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാർവാസിൻ്റെ ബ്രൈറ്റനിങ് സോപ്പ് വാങ്ങിക്കുന്നവരോട് നിങ്ങൾ പുറത്ത് പോയി വരുമ്പം ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഫേസ് വാഷ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആ സൺ ടാൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വിലയും കാര്യങ്ങളും കൊറിയർ ചാർജും ഡൗട്ട്സും പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. പ്രോഡക്റ്റ് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്ത് തന്നെയായാലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ചിലപ്പം 7 ദിവസത്തിന് നിങ്ങൾ ചിലപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് 7ാമത്തെ ദിവസം കിട്ടുന്നവരുണ്ടാവും, ചിലപ്പം നെക്സ്റ്റ് ഡേ തന്നെ കിട്ടുന്നവരുണ്ടാവും, ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് കിട്ടുന്നവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മാസം മുതൽ നമുക്ക് ഹോം ഡെലിവറി ഞാൻ അഷ്യൂർ ചെയ്യാണ്. നമ്മൾ DTDC സർവീസ് മാറ്റാനുള്ളൊരു പ്ലാനാണ്. ഡെലിവറിയിൽ നിങ്ങൾക്ക് വീട്ടിൽ സാധനം കൊണ്ടെത്തിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. കാരണം നോമ്പൊക്കെയാണ്, ആർക്കും പോയി വാങ്ങിക്കാനുള്ളൊരിത് ഉണ്ടാവില്ല. സോ ഫ്രം ദ വെരി നെക്സ്റ്റ് മന്ത് ഇറ്റ് സെൽഫ് വി ആർ ഡൂയിങ് ദ ഹോം ഡെലിവറി ഇറ്റ് സെൽഫ്. ചിലർക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്, ചിലർക്കൊക്കെ കയ്യിൽ കൊണ്ടു തരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കാനുള്ള പ്ലാനിലാണ്. ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. അത്രേ ഉള്ളൂ. എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. ഒരുപാട് ടെൻഷനും കാര്യങ്ങളും വെച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്ത് നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി, ബി